സൈലം IASന്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ഗ്രാജുവേഷൻ കാലഘട്ടത്തിൽ ഒരു UPSC ആസ്പിരന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇമീഡിയറ്റ് ആയി ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു UPSC തുടക്കക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരി എന്താണ് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. ഈ രണ്ട് ചോദ്യത്തെയും ഈ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യുകയാണ്. ഏറ്റവും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായും ഒരു UPSC ഓറിയൻറ്റഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയി ചെയ്ത് തുടങ്ങേണ്ടത് നിങ്ങൾ UPSC എന്താണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സിവിൽ സർവീസസ് എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണ്, എത്ര ഘട്ടങ്ങളാണുള്ളത്, ഈ ഘട്ടങ്ങളുടെ എല്ലാം ഡിമാൻഡ് എന്താണ്, എന്തുകൊണ്ടാണ് UPSC ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ പരീക്ഷ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പൊതുധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി എന്താണ് UPSCയുടെ സിലബസ്, അതിൽ പരാമർശിച്ചിരിക്കുന്ന കീവേഡ്സ് എന്തെല്ലാമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നാൽ ഏറ്റവും പ്രധാനമായി ഒരു ഗ്രാജുവേഷൻ ടൈമിൽ അല്ലെങ്കിൽ UPSCയിൽ ഒരു തുടക്കക്കാർ ചെയ്ത് തുടങ്ങേണ്ടത് വളരെ അർപ്പണബോധത്തോടു കൂടി NCERT ടെക്സ്റ്റ് ബുക്സ് വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു നോട്ട് മേക്കിംഗ് ഫോർമാറ്റിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ബേസിക്കായി വായന ആസ്വദിക്കാൻ സാധിക്കുന്ന NCERT ബുക്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. വളരെ റോക്ക് സോളിഡ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ NCERT പുസ്തക വായനയിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രഥമമായ പരിഗണന. അതോടൊപ്പം തന്നെ പത്രവായന ശീലമില്ലെങ്കിൽ ആ വായന വളർത്താനുള്ള ശ്രമവും നടത്തുക. പ്രധാനമായും ദ ഹിന്ദു പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള വളരെ അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ളൊരു ന്യൂസ് പേപ്പർ വായിച്ചുള്ളൊരു ശീലം വളർത്തുക എന്നുള്ളതും നിങ്ങൾക്ക് കോളേജ് കാലഘട്ടങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹാബിറ്റാണ്. കാരണം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ അക്കാഡമിക്കലി ക്വാളിറ്റി ഉള്ളൊരു ന്യൂസ് പേപ്പർ മുഴുവൻ വായിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ആ സമയം ലാഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്രവായന ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ UPSC ആവശ്യപ്പെടുന്ന ഒരു കൾച്ചറുമായി പൂർണ്ണമായും ഫിറ്റ് ഇൻ ആവുക എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകമായി ഓർത്തിരിക്കുക. നിങ്ങൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കാം. സ്പെൻഡ് ചെയ്യുന്ന സമയം വാല്യുബിളായി വളരെ മൂല്യമുള്ളതായി സ്പെൻഡ് ചെയ്യുക. ഉദാഹരണമായി സർഗാത്മകമായ രീതിയിൽ നിങ്ങൾക്ക് ആ സമയം വിനിയോഗിക്കാൻ സാധിക്കണം. ബിഗ് പിക്ചർ പോലെ ഉള്ള TV ഷോകൾ കാണാൻ പരമാവധി ശ്രമിക്കുക. നല്ല നല്ല നിരൂപണങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. നല്ല നിരീക്ഷണങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ദ പ്രിൻ്റ് പോലെ അല്ലെങ്കിൽ സഫാരി TV പോലെ നിങ്ങളുടെ പ്രിപ്പറേഷനെ സഹായകമാകുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ സ്വാഭാവികമായും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ ടൈമിൽ അതേസമയം തന്നെ UPSCയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ കാലിടറാതെ കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും.